കുറച്ച് നാളായിട്ട് എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ ചിക്കനോ മീനോ മുട്ടയോ അതുപോലെ തന്നെ കടല, പയറ്, പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ വയറിന് ഭയങ്കര എന്തൊരു ഗ്യാസ് കെട്ടിയ പോലെയും കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിങ്ങനെ ബേർപ്പിംഗ് വരിക. അതുകൊണ്ട് എനിക്കിങ്ങനെ പുറത്തൊന്നും പോകാനേ എനിക്ക് പറ്റുന്നില്ല. നിനക്ക് ഹൈപ്പോ അസിഡിറ്റി ആണ് എനിക്ക് തോന്നുന്നത്. ഹൈപ്പോ അസിഡിറ്റിയോ? അസിഡിറ്റി എന്നല്ലേ ഉള്ളൂ, ഇതിലിപ്പോൾ ഹൈപ്പോ ഒക്കെ ഉണ്ടോ? അല്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഹൈപ്പോ അസിഡിറ്റി ഉണ്ട്, ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്. ഹൈപ്പോ അസിഡിറ്റിയിൽ നീ പറഞ്ഞ പോലെ മാംസാഹാരം കഴിക്കുമ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ട്, വയറിങ്ങനെ കമ്പിച്ചിരിക്കുന്ന പോലെ, ദഹനം ഒന്ന് സ്ലോ ആയ പോലെ തോന്നും, ഇതുപോലെ കണ്ടിന്യൂസ് ഏമ്പക്കം വരും, ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. ചിലവരിൽ നെഞ്ചരിച്ചിലൊക്കെ കാണാറുണ്ട്. ഹൈപ്പർ അസിഡിറ്റിയിലാണ് നമുക്ക് ഈ വയറ് കത്തി കാളുക, കൂമ്പിന് വേദന, നെഞ്ചരിച്ചിൽ, എന്ത് കഴിച്ചാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിശക്കുന്നു, ഫുഡ് കഴിക്കണം തോന്നുന്നു. ഇതൊക്കെ ഹൈപ്പർ അസിഡിറ്റിയുടെ സിംറ്റംസ് ആണ്. അപ്പോൾ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഫുഡിനെ ദഹിപ്പിക്കാനുള്ള ആസിഡിന്റെ അളവ് കുറയുക എന്നുള്ളതാണ്. അപ്പോൾ മാംസാഹാരം കഴിക്കുമ്പോൾ ആ ആസിഡ് ഇല്ലാത്തത് കൊണ്ട് ദഹിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സിംറ്റംസ് കാണിക്കുന്നത്. പക്ഷെ ഹൈപ്പർ അസിഡിറ്റിയിൽ എന്താ, ഈ ആസിഡിന്റെ അളവ് കൂടുതലാണ്. അപ്പോൾ എന്ത് കഴിച്ചാലും പെട്ടെന്ന് ദഹനം നടക്കും, കാളിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പം ഞാനിത് അറിയാനായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണോ? ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരടപ്പ് ആപ്പിൾ സിഡർ വിനെഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നീ കുടിക്കുക. അങ്ങനെ കുടിച്ച് ആ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ദഹിക്കാൻ വളരെ ഈസി ആയിട്ട്, അങ്ങനെ വയറിന് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല, ദഹനം സുഖമായിട്ട് നടന്നു എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടെന്നാണ്. പക്ഷേ അതല്ല, ഇത് കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും ഗ്യാസ് കൂടുന്നതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് തോന്നുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈപ്പോ അല്ല, അവിടെ ആസിഡ് കൂടിയിട്ടുള്ള ഹൈപ്പർ അസിഡിറ്റി ആണെന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് നാളെ പറയാം.